റിപ്പോർട്ടർ ബ്രേക്കിംഗ്. തിരുവനന്തപുരം നഗരൂർ ഗ്രാമപഞ്ചായത്തിലെ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. കരവാരം ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ളവരെ നഗരൂരിലെ 5-ാം വാർഡിൽ തിരികെ കയറ്റിയെന്നാണ് പരാതി. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ CPIM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢനീക്കമെന്നാണ് ആരോപണം. വിഷയം പരിശോധിച്ചു വരികയാണെന്ന് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു. നഗരൂർ പഞ്ചായത്തിൽ 5-ാം വാർഡിലെ പ്രത്യേകിച്ചും വ്യാപകമായ വോട്ട് കൊള്ളയാണ് നടന്നിരിക്കുന്നത്. കരവാരം പഞ്ചായത്തിൽ 7, കണ്ണാട്ടുകോണത്ത് വോട്ടർ പട്ടികയിൽ 1130 ഉള്ള അഖിലടക്കമുള്ള ആളുകൾ, അഖില്, അതേപോലെ മോഹനൻ നായർ തുടങ്ങിയവർ 5-ാം വാർഡിലെ വോട്ടർ പട്ടികയിൽ കടന്നുകൂടിയിരിക്കുന്നു. അവിടെ CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ള ജോഷ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബന്ധു ചേട്ടനും മകനുമാണിത്. വല്ലക്കോട് എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിരതാമസക്കാരനായിട്ടുള്ള രതീഷ് എന്ന് പറഞ്ഞ ആളിനെ 368-ാം നമ്പറാക്കി വ്യാജരേഖ ചേർത്ത് വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിരിക്കുന്നു. ക്രമക്കേട് വ്യാപകമായ പഞ്ചായത്തിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വോട്ട് കൊള്ളയാണ് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിയുടെയും മുൻ ബ്രാഞ്ച് സെക്രട്ടറിയുടെയും നേതൃത്വത്തിൽ നഗരൂർ പഞ്ചായത്ത് 5-ാം വാർഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അരുൺ സോളമനുണ്ട് വിവരങ്ങൾ നൽകാൻ. അരുൺ, വ്യാപക ക്രമക്കേടുണ്ട് എന്നുള്ളൊരു പരാതിയാണ് ഇവർ പറയുന്നത്. CPM സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തന്ത്രം അല്ലെങ്കിൽ ഒരു ഗൂഢനീക്കം നടക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഉന്നയിക്കുന്നത്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അവിടെ എന്താണ് സംഭവിക്കുന്നത്? ശ്രുതി, ഇത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനടുപ്പിച്ച് തന്നെ നേരത്തെ തന്നെ ഈ ക്രമക്കേടുകൾ ഈ പഞ്ചായത്തുകൾ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ബോധ്യമായ കാര്യം. നഗരൂർ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ച് ഈ 5-ാം വാർഡിൽ മത്സരിക്കുന്നത് ജോഷ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. CPM ഈ സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതേ പഞ്ചായത്തിൽ നിന്നുള്ള തന്നെ 6-ാം വാർഡിൽ നിന്നുള്ള നിരവധിയായിട്ടുള്ള ആൾക്കാരെ ഈ 5-ാം വാർഡിലേക്ക് തിരികെ കയറ്റി എന്നുള്ള ഒരു ആരോപണമാണ് നിലവിൽ DCC സെക്രട്ടറി കൂടിയായിട്ടുള്ള ഹരികൃഷ്ണൻ ഉന്നയിക്കുന്നത്. മറ്റൊന്ന്, തൊട്ടടുത്തുള്ള ഒരു പഞ്ചായത്താണ് കരവാരം ഗ്രാമപഞ്ചായത്ത്. ആ പഞ്ചായത്തിൽ നിന്നുള്ള ഈ ജോഷിന്റെ ബന്ധുക്കളെ സഹിതം 8ഓളം വരുന്ന അംഗങ്ങളെയാണ് ഈ 5-ാം വാർഡിലേക്ക് വ്യാജ വോട്ട് ചേർത്ത് ഈ വോട്ടർ പട്ടികയിൽ ഇപ്പോൾ തിരികെ കയറ്റിയിരിക്കുന്നത്. ഇതിനെതിരെ പഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ചുകൊണ്ട് ഹരികൃഷ്ണന്റെ കീഴിൽ ഉപരോധിച്ചുകൊണ്ട് മുന്നോട്ട് വരികയും ചെയ്തു. പക്ഷേ പഞ്ചായത്ത് സെക്രട്ടറി വിവരം അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യഘട്ടത്തിൽ ഇവരോട് പ്രതികരിച്ചത്. ഈ വിഷയം നമുക്ക് മുന്നിൽ എത്തിയപ്പോൾ തന്നെ പഞ്ചായത്ത് സെക്രട്ടറിയെ സമീപിച്ച് വിവരം തേടിയിരുന്നു. പഞ്ചായത്ത് സെക്രട്ടറിയെ പറഞ്ഞത് നിരവധിയായിട്ടുള്ള പരാതികൾ ഈ വോട്ടർ പട്ടിക ക്രമക്കേടിൽ വന്നിട്ടുണ്ട്, വ്യാജ വോട്ട് ചേർത്തു എന്നുള്ള ആരോപിച്ചാണ് നിരവധി പരാതികൾ വന്നത്. ഇത് സംബന്ധിച്ചുള്ള പരിശോധനകൾ നിലവിൽ നടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ ഈ പഞ്ചായത്ത് സെക്രട്ടറി ഇത് സംബന്ധിച്ച് വ്യക്തത വരുത്തിയിരിക്കുന്നത്. എന്തായാലും ഈ ബന്ധുക്കളെ സഹിതം ഈ വോട്ടർ പട്ടികയിൽ തിരികെ കയറ്റുന്നതിന് വേണ്ടിയിട്ട് CPM ശ്രമിച്ചു. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറിമാർ, അത് നിലവിലുള്ള ബ്രാഞ്ച് സെക്രട്ടറി മുന്നേ ഉണ്ടായിരുന്ന ബ്രാഞ്ച് സെക്രട്ടറി, ഇങ്ങനെ 2 വ്യക്തികൾ നേതൃത്വം കൊടുത്താണ് ഈ വോട്ടർ പട്ടികയിൽ ഇത്രയും ക്രമക്കേടുകൾ വരുത്തി എന്നുള്ളതാണ് നിലവിൽ ഈ DCC സെക്രട്ടറി കൂടിയായിട്ടുള്ള ഹരികൃഷ്ണൻ ഉന്നയിക്കുന്നത്. ശ്രുതി, അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്.